ബാലുശ്ശേരിയും പൂനൂരും നടുവണ്ണൂരും ഉള്ളിയരും കൂട്ടാലിട്ടൊക്കെയുള്ള ആളുകൾ മധുഹൂത്ത് കഴിക്കണത് കോഴിക്കോട് സിറ്റിക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ ബാലുശ്ശേരി തന്നെ ഉണ്ട് നല്ല കിടിലം മധുഹൂത്ത് സ്പോട്ട്. ഈ കാണുന്ന കേട്ടോ ഒറിജിനൽ ബ്രോസ്റ്റ്. ഈ ഒരു സ്പോട്ട് ഏകദേശം എവിടെയാന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഏറെക്കുറെ ഞാൻ ബാലുശ്ശേരി ഭാഗത്തൊക്കെ ഷൂട്ടിന് പോവുകയാണെങ്കിൽ മധുഹൂത്ത് കഴിക്കാനുള്ള പ്രത്യേക ക്രേവിങ്സ് ഉണ്ടാവും. അതിന് കാരണം ഈ ഒറ്റ സ്പോട്ടാണ്. എന്തുകൊണ്ട് ഇവിടുത്തെ മധുഹൂത്തൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൂടി വന്നാൽ ഇവിടുത്തെ മധുവാണ് ഏറ്റവും സൂപ്പർ. ഇതിലെ വന്നാ ഇത് കഴിക്കണം, മസ്റ്റ് ആണ്. മോസോളിൽ വന്ന ഇവിടുത്തെ ബ്രോസ്റ്റും മധുഹൂത്തും കഴിക്കാതെ പോയത് അതൊരു വികാരാണ്. മോസോളിലെ ബ്രോസ്റ്റിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ചെറിയ പീസാക്കി പറ്റിക്കുന്ന ഫ്രൈഡ് ചിക്കൻ പരിപാടിയല്ല, ഒറിജിനൽ ബ്രോസ്റ്റ്. അങ്ങനെ ഞങ്ങളൊരു ഹാഫ് മധുഹൂത്ത് ഓർഡർ ചെയ്തിട്ടായിരുന്നു. ആ റൈസ് എടുത്തിട്ട് ഇതാ ഈ ഒരു ചിക്കൻ, ഈ ചിക്കന്റെ സോഫ്റ്റ്നെസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. കടിക്കും അങ്ങനെ ഊരിപ്പോരും. ഇങ്ങനെ മധുഹൂത്തിന്റെ കൂടെ കൊടുക്കുന്ന മയോണൈസ് ആണിത്. ഇതിനൊരു പ്രത്യേകത കേട്ടോ, അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടാണ് അത് വരുന്നത്. അത് വേറെ മയോണൈസ് എന്നൊക്കെ വ്യത്യസ്തമായി. ആളുകൾക്ക് മധുഹൂത്ത് ഇഷ്ടപ്പെടാൻ പ്രധാന കാരണം ആ ഒരു ചിക്കൻ വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളൂ. ഇതാ കണ്ടില്ല, തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോരും. ഇനിയിപ്പോ ബ്രോസ്റ്റ് ആണല്ലോ, ബ്രോസ്റ്റിന്റെ ഉള്ളിൽ നല്ല ഇൻഫ്യൂസ് ചെയ്തൊരു മസാല ഉണ്ട്. ഇവരുടെ ഈ ഒരു ബ്രോസ്റ്റ് ആയിട്ട് പ്രത്യേക ഫാൻ ബേസ് തന്നെ. ബാലുശ്ശേരിയുള്ള മോസോളിൽ പോവാണെങ്കിൽ അൽഫാം കിട്ടും. അൽഫാമിലാണെങ്കിലും മസാലയാണ് പ്രധാനം. ഫൈനലി 1-2 മൊഹിറ്റോസും ജ്യൂസും ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ബാലുശ്ശേരി അറപ്പിടിയാണ്. അതായത് ഡേമാർട്ടിന്റെ നേരെ സൈഡിലായിട്ട്.